ആശ്രമത്തിലേക്ക് വാത്മീകി ക്ഷണിച്ച സമയത്ത് എങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്കാണ് താൻ കടന്നു ചെന്നത്. ഉറ്റവരായിട്ടുള്ള ആരും ഇല്ലാതെ, അല്ലെങ്കിൽ ഉറ്റവരാൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട് സീത അങ്ങനെ കാട്ടിൽ, അതും ഗർഭിണിയായിട്ടുള്ള അവസ്ഥയിൽ, എന്താണ്, മെത്തയിൽ, വളരെ മൃദുലമായ മെത്തയിൽ പോലും കിടക്കുമ്പോൾ നൊന്തിരുന്ന ഞാൻ പൂർണ്ണ ഗർഭിണിയാണല്ലോ. അതുകൊണ്ട് അത്രയും ദുർബലമായിട്ടുള്ള ഒരു ശാരീരിക അവസ്ഥയുള്ളപ്പോഴാണ് സീതയെ പരിത്യജിക്കുന്നത്. ആ അവസ്ഥയിൽ താൻ എങ്ങനെയാണ് ആ കാട്ടിൽ ദുഃഖിതയായി ബോധം പോകുന്ന വിധത്തിൽ കിടന്നത്? ആ സമയത്താണ് നികടത്തിൽ മദീയമാശ്രമം, മകളെ പോരുക, അത് നിൻഗ്രഹം എന്ന് വാത്മീകി പറയുന്നത്. പുണ്യതപോധനനായ വാത്മീകിയുടെ വാക്കുകൾ കേട്ട് സീത അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ വെച്ച് സീത വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത അനുഭവം കാണുകയാണ്. വളരെ അവിടെയാണ് ഈ എന്താണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഈ രാമായണം വായിക്കുന്നുണ്ടല്ലോ, കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുമ്പോൾ പലപ്പോഴും രാമായണത്തിലെ പല സന്ദർഭങ്ങളെക്കുറിച്ചും വീണ്ടും വീണ്ടും പറയുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴുള്ള ഒരു കാര്യമാണ്, ക്രൗഞ്ചമിഥുനത്തിൽ ഒന്നിനെ വേടൻ അമ്പെയ്തപ്പോൾ ആ ഒറ്റയ്ക്കായിപ്പോയ ഇണ നഷ്ടപ്പെട്ട ആ കിളിയുടെ സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് കവിയായി മാറുന്നത്. മഹർഷി എപ്പോഴാണ് കവിയായി മാറുന്നത്? ആ ശോകത്തിൽ നിന്നും ശ്ലോകമുണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇര തേടലിനേക്കാൾ ഇണതേടലിന് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് അവിടെ വാത്മീകിയിൽ കാണുന്നത്, കവിയിൽ കാണുന്നത് എന്ന് ഇത് എം.എൻ. വിജയൻ മാഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ കുമാരനാശാൻ ഇതിനൊരു വിത്ത് ഇട്ടിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അദ്ദേഹം പറയുകയാണ്, എങ്ങനെയാണ് ആശ്രമത്തിലെ ജീവിതം. ആശ്രമത്തിലെ സന്യാസിമാർ, പുരുഷന്മാർ, സന്യാസിമാർ എല്ലാവരും തന്നെ കടുതപോനിഷ്ഠയിൽ വ്യാപരിക്കുന്നവരാണ്. അവർക്ക് ധ്യാനം, തപസ്, പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങളാണുള്ളത്. വളരെ കടുത്ത ജീവിതം തന്നെയാണ്, വ്രതചര്യ തന്നെയാണ് അവർക്കുള്ളത്. അവരുടെ ഈ കടുപ്പത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സീത ചിന്തിക്കുകയാണ്, ഗുണചിന്തകളാൽ ജഗത്രയം തൃണമാക്കും മതിമാൻ മഹാകവി, ഇണചേർന്നു മരിച്ച കൊറ്റിയിൽ ഘൃണ തേടാൻ ഇതുതാൻ നിമിത്തമാം. ഏതാണ് നിമിത്തമാവുന്നത്? ഈ ആശ്രമത്തിലെ തപോനിധികളായ ഈ മഹർഷിമാരുടെ ഒപ്പം ജീവിക്കുന്ന ഉടജത്തിൻ്റെ കെടാവിളക്കുകളായ മനസ്വിനിമാരായ തപസ്വിനിമാരെ കുറിച്ചാണ് സീത പറയുന്നത്. ഇവരുടെ ഒരു സാന്നിധ്യമുണ്ടല്ലോ, വളരെ സൗമ്യമായ ഈ തപസ്വിനിമാരുടെ സാന്നിധ്യം കൊണ്ടാകാം മഹർഷിമാർ അല്പം ദയ ഉള്ളവരായി മാറുന്നത്. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് സാധാരണ ഒരു കാർക്കശ്യത്തോടു കൂടി മാത്രം ചിന്തിക്കുന്നവരാണ് മഹർഷിമാർ. പക്ഷെ അങ്ങനെയുള്ള മഹർഷി കേവലം ഒരു ഇണ നഷ്ടപ്പെട്ട ഒരു പക്ഷിയെ കണ്ടുപോലും അതിൽ വല്ലാത്ത സങ്കടം തോന്നി ആ വേടനോട് മാ നിഷാദ എന്ന് പറയണമെങ്കിൽ അയാളിലൊരു അലിവുണ്ടാകണം അല്ലേ? ജീവിതത്തെ ഒക്കെ കർക്കശമായിട്ടുള്ള വ്രതങ്ങളിലൂടെ മാത്രം നോക്കി കാണുന്നവർ, കടുത്ത നിഷ്കർഷ പാലിക്കുന്നവർ, ഇങ്ങനെ അനുതാപം പ്രകടിപ്പിക്കാനിടയില്ല. പക്ഷേ ഇദ്ദേഹത്തിന്, ഈ മഹർഷിമാർക്ക് എല്ലാവർക്കും തന്നെ ഇത്തരത്തിലുള്ള സൗമനസ്യം ഉണ്ടാകാൻ കാരണം ഈ ഉടജത്തിൻ്റെ കെടാവിളക്കുകളായ തപസ്വിനിമാർ കാരണമാകാം എന്ന് സീത ചിന്തിക്കുന്നു. ഇവിടെ ഈ ഒരു വാക്കുണ്ടല്ലോ, കൊറ്റി, തൻ്റെ ഇണ മരിച്ച പക്ഷിയുടെ ദുഃഖം. വേടൻ എന്തിനാണ് ആ ഇണയെ പിരിക്കണമെന്ന് ഉള്ള വിചാരമല്ല, അവൻ്റെ ഭക്ഷണമാണ് അല്ലേ? ഹനനമേ വ്യാപാരമാം വനവേടനുണ്ടോ കബോധമെന്നും എന്നാണല്ലോ പറയുന്നത് വീണപൂവില്. ഹനനമേ വ്യാപാരമായിട്ടുള്ള വേടനാണ്. അവന് തൻ്റെ ഒരു നേരത്തെ ഭക്ഷണം തേടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ചിന്ത എന്നുള്ളത് ഉപജീവനത്തെ സാധൂകരിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും
ഇണചേർന്നിരിക്കുന്ന പക്ഷികളിൽ ഒന്നിനെ കൊല്ലുക എന്നത് അധമമായ കാര്യമാണ് എന്ന് തിരിച്ചറിയുന്ന, കാട്ടിൽ തന്നെ ജീവിതം നയിച്ച ആ കവിയുടെ വാക്കുകളാണ് വളരെയേറെ ശ്രദ്ധേയമാവുന്നത്. അതൊരു കാലനിയതിയെ തിരുത്തി കുറിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ആദ്യമായിട്ടൊന്നുമല്ല വേടൻ അമ്പ് ചെയ്യുന്നതൊക്കെ കാണുന്നത്, അല്ലേ? പക്ഷികളെയോ അല്ലെങ്കിൽ മൃഗങ്ങളെയോ ഒക്കെ കൊല്ലുന്നത് നിത്യം കാണുന്ന ആളാണ്. പക്ഷേ രാമായണം എന്ന ഒരു കാവ്യത്തിൻ്റെ സ്വാധീനത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു കാവ്യം രചിക്കാൻ നിമിത്തമാവുന്നത് ഇതാണല്ലോ. അപ്പോൾ നാരദനാൽ ഈ കഥ കേട്ടിട്ടുള്ള വാത്മീകിയിൽ ഈ കഥ സൃഷ്ടിച്ച ഒരു വല്ലാത്ത അനുകമ്പയുണ്ട്. നമ്മളിലും അങ്ങനെയാണല്ലോ. ഒരു സിനിമ കണ്ടാൽ, സങ്കടമുള്ള ഒരു സിനിമ കണ്ടാൽ കുറേ സമയത്തേക്കെങ്കിലും ആ സിനിമയുടെ ഒരു അനുരണനം നമ്മളിലുണ്ടാകും, അല്ലേ? നമ്മൾ കരയും ചിലപ്പോൾ. സിനിമ വീട്ടിലിരുന്ന് സിനിമ ആണെന്നല്ല പറയുന്നത്, തിയേറ്ററിൽ പോയിട്ടൊക്കെ സിനിമ കണ്ടാൽ ഒരു സിനിമാനുഭവം ഉണ്ടായാൽ ആ ഒരു അനുഭവം നമുക്ക് കുറേ നേരത്തേക്ക് ഉണ്ടാകും. കേവലം ഒരു ദൃശ്യാനുഭവം പോലും അങ്ങനെ തരുമെങ്കിൽ ജീവിതത്തിലെ ഒരു കാഴ്ച എങ്ങനെയെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഈ രാമൻ്റെയും സീതയുടെയും മക്കളുടെയും ഒക്കെ ജീവിത കഥ മനസ്സിലാക്കിയ മഹർഷിയിൽ വലിയ ഒരു വ്യത്യാസം ഉണ്ടാകുന്നു. അതൊരു ദിശാപരിണാമവും ദശാപരിണാമവും ഒക്കെയാണ്. അതുവരെ കണ്ട ലോകമല്ല അതിനുശേഷം കാണുന്നത്. അപ്പോഴാണ് അമ്പെയ്ത് ഒരു വേടൻ ഒരു കിളിയെ കൊല്ലുമ്പോൾ അതെത്ര സങ്കടം നിറഞ്ഞ ഒന്നാണ്, എത്ര വലിയ ഒരു വിഷാദമാണ് ആ ഒറ്റപ്പെട്ട കിളിക്കുണ്ടാവുക എന്നൊക്കെ മനസ്സിലാവുന്നത്. അതിനെക്കുറിച്ച് സവിസ്തരം പഠിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന് ഞാനിവിടെ ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് മുഴുവൻ ഉത്തമയായ പക്വത കൈവന്നു എന്ന് നമുക്ക് തോന്നുന്ന സീതയ്ക്ക് യോജിച്ച വാക്കുകളല്ല. അതെന്താണ്? നഗര സ്ത്രീകളെ കുറിച്ചുള്ള പറച്ചിലാണ്. പരപുച്ഛവും അഭ്യസൂയയും ദുരയും ദുർവ്യതിയാനശക്തിയും പരമ്പരയായി തന്നെ ഈ പൗരികളുടെ മനസ്സിലങ്ങനെ കുടികൊണ്ടിരിക്കുകയാണ്. ഒറ്റാളെയും വെറുതെ വിടുന്നില്ല. പരമ്പരയായി തന്നെ ഈ പൗരികൾ മുഴുവൻ കെട്ടുപോയിതേ എന്നാണ് സീത പറയുന്നത്. എത്രമാത്രം ദേഷ്യം അല്ലെങ്കിൽ സങ്കടം സീതയുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ 10 ശ്ലോകങ്ങൾ നീണ്ട ഈ ഒരു വലിയ പുരനാരി വിനിന്ദനം ഒരിക്കലും ഉണ്ടാവില്ല. അതൊക്കെ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ജീവിതത്തെ ഇങ്ങനെ ഒരു ഉള്ളം കൈയിലെ നെല്ലിക്ക എന്ന പോലെ കാണുന്ന സീതയ്ക്ക് ഇതിനെ മറികടക്കാവുന്നതാണ്. കാരണം എന്തായാലും രാമൻ ചെയ്ത അത്രയും അല്ലല്ലോ ഇവർ ചെയ്തിട്ടുള്ളത്. രാമനാണല്ലോ ഇതിനൊക്കെ കാരണം. പക്ഷെ രാമനോട് പിന്നെയും അനുതാപം ഇയലുന്നുണ്ട് സീതയിൽ. അതിന് കാരണം എന്താണ്? സീതയിൽ തന്നെ നഷ്ടമാവാത്ത ആ വൈഷയികമായ ജീവിത കാമനകളുടേതായ ഒരു അംശം തന്നെയാണ്. ആ ഒരു തരംഗം എന്നത് അങ്ങനെ വിട്ടൊഴിയുന്നില്ല. നമുക്കിനി സന്യസിക്കാമെന്ന് നമ്മൾ വെറുതെ പറഞ്ഞതുകൊണ്ട് ഒന്നും സന്യാസമാവില്ലല്ലോ. സന്യസിക്കണമെങ്കിൽ എല്ലാ തരത്തിലുമുള്ള കർമ്മബന്ധങ്ങളെ ഒന്നൊന്നായി വിട്ടൊഴിയുക തന്നെ വേണം. അതിന് ഏറെക്കുറെ അതിന് അനുയോജ്യമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് സീത. പക്ഷെ ആ സന്ദർഭത്തിലും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പഴയ ഏടുകളിലേക്ക് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങളെ മറികടക്കാൻ പറ്റുന്നില്ല. അതൊക്കെ അന്ന് അവരുടെ അറിവില്ലായ്മ കാരണം ചെയ്തതാണ് എന്ന് പറയാൻ സീതയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു തരം പക്ഷഭേദപരമായിട്ടുള്ള ഒരു പ്രസ്താവം പോലുമായി നമുക്ക് ഒരുപക്ഷെ തോന്നാം. അത് കഴിഞ്ഞ് ഈ ഖലജിഹ്വയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. എന്താണ് തൻ്റെ ജീവിതത്തെ നശിപ്പിച്ചത്? ഖലജിഹ്വ, നീചൻ്റെ ജിഹ്വ. ഈ ഏഷണിക്കാരൻ, പരദൂഷണം പറയുന്നവൻ്റെ ജിഹ്വയാണ്, നാവാണ് ഏറ്റവും പ്രശ്നം. AR രാജരാജവർമ്മ വിഷമല്ലല്ലോ, അതെ, വിഷമം എന്ന അലങ്കാരത്തിന് ഉദാഹരണം കൊടുക്കാൻ വേണ്ടി ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഏഷണിക്കാരനാം പാമ്പ്, അത് അദ്ദേഹം തന്നെ എഴുതിയതാണ്. ഏഷണിക്കാരനാം പാമ്പിൻ വിഷമം എത്രയും, കടിക്കും ഒരുവൻ കാതിൽ, മുടിയും മറ്റൊരാളുടൻ. ഏഷണിക്കാരനാകുന്ന പാമ്പിൻ്റെ വിഷം കടുത്തതാണ്, ഭയങ്കര തീവ്രമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. സാധാരണ പാമ്പ് കടിച്ചാൽ ആ പാമ്പ് കടി ഏറ്റ ആളല്ലേ മരിക്കുള്ളൂ. ഇതങ്ങനെയല്ല. കടിക്കും ഒരുവൻ കാതിൽ, ഒരുവൻ്റെ കാതിൽ കടിക്കും,
മുടിയും മറ്റൊരാളാണ് മുടിയുന്നത്, അല്ലാണ്ട് ഇയാളല്ല, കടിച്ച ആളല്ല മുടിയുന്നത്. ഈ ഒരു എന്താണ്, ഈ ഒരു ആശയം സീതയും വളരെ ശക്തമായ രീതിയിൽ തന്നെ പറയുകയാണ്. ഖലജിഹ്വയാണ് തൻ്റെ ഈ ജീവിതത്തെ മുഴുവൻ ഇല്ലാതാക്കിയത്. ആ ഒരു വൈരനിര്യാതന ബുദ്ധി എന്ന് പോലും വേണമെങ്കിൽ പറയാം. കടുത്ത കാര്യം പറയണ കാരണം വെള്ളമൊക്കെ കൊണ്ടിട്ടുണ്ട്. തുടർന്ന് ഈ ആരോ എന്തോ അപവാദം പറഞ്ഞു എന്നുള്ളത് മാത്രമല്ലല്ലോ, അപവാദങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ സീതയുടെ ജീവിതത്തിൽ ഉണ്ട്. അതിനാദ്യത്തെ ആൾ മന്ധരയാണ്. മന്ധര ഉപജാപ പ്രവൃത്തി നടത്തിയിട്ടാണ് ഇത് അഭിഷേകത്തിന് വിഘ്നമുണ്ടായത്. അങ്ങനെയാണ് കാട്ടിലേക്ക് പോകേണ്ടി വന്നത്. അന്നു മുതൽ തുടങ്ങുന്നുണ്ട്. ഇത്തരം ഉപജാപങ്ങൾക്കൊക്കെ ചെവി കൊടുക്കാൻ പാകത്തിൽ രാജനീതിയും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. സീത വളരെ കടുത്ത രീതിയിൽ വിമർശിക്കുകയും എതിർക്കുകയും ഉറക്കെ പ്രതിഷേധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് 3 കാര്യങ്ങളോടാണ്. നമുക്ക് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ അത് പറയാം. അപ്പോൾ മന്ധരയുടെ ഈ ഒരു പ്രവർത്തനം, അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾ, അതെല്ലാം സീത ഓർക്കുകയാണ്. ഓർമ്മകൾ വീണ്ടും വല്ലാത്ത രീതിയിൽ പൊള്ളിക്കുന്നുണ്ട് സീതയെ. എങ്ങനെയാണ് ദശരഥൻ്റെ മകനായ ശ്രീരാമനും അതുപോലെയൊക്കെ തന്നെ അസത്യം കാണിക്കുന്നതിൽ തെറ്റില്ല എന്ന് ശങ്കിക്കാൻ സാധ്യമല്ല എന്ന് സീത പറയുകയാണ്. ദശരഥൻ പലപ്പോഴും ഒരു രാജാവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും ഒരു വ്യക്തി എന്ന രീതിയിൽ പല ദൗർബല്യങ്ങളാൽ വശം കെട്ടുപോയിട്ടുള്ളവനാണ്. അതിൻ്റെ ഒരു ദുരന്തം അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു പ്രാവശ്യം ആനയാണ് എന്ന് വിചാരിച്ച് ഒരു മഹർഷി ബാലനെ അമ്പയച്ച് കൊല്ലുന്നുണ്ട് ദശരഥൻ. കഥയൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഒരു വലിയ അവിവേകം ദശരഥൻ കാണിച്ചു. അതുകൊണ്ടാണ് പുത്രശോകം കാരണം അദ്ദേഹം ആ രീതിയിൽ മരിച്ചത് എന്നാണല്ലോ പുരാവൃത്തം സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഒരു ഏഷണിക്ക് വശംവദനായി എന്നുള്ളതാണ്. നമ്മളിങ്ങനെ സാധാരണ ചിന്തിക്കാറുണ്ടല്ലോ, ഇങ്ങനെയല്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായേനെ, ഈ രീതിയിലല്ല അങ്ങനെ ചെയ്താൽ എത്ര നന്നായേനെ. ഇത് ജീവിതത്തിൽ എല്ലാവരും സ്വാഭാവികമായും നേരിടുന്ന ഒരു വിഷമ പ്രശ്നമാണ്, ഒരു വലിയ പ്രഹേളികയായിട്ട് മാറുകയാണ്. നമ്മൾ അയോധ്യയിലെ ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനൊരു വലിയ ഒരു പരിവേഷം നമ്മൾ നൽകുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഈ വീരത്വം ഒക്കെ കളഞ്ഞു നോക്കുകയാണെങ്കിൽ ഇവിടെയും സാധാരണ ജീവിതത്തിലെ തന്നെ ചില പ്രശ്നങ്ങളാണ് ഉള്ളത്. ഈ ഉപജാപം കാരണമാണ് ആദ്യ ഘട്ടത്തിലൊക്കെ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകുന്നത്. പിന്നീട് തൻ്റെ ഈ ദുഃഖം കൊണ്ട് ദുഃഖത്തിൽ പുടഭാഗം ചെയ്തെടുത്ത ഒരു അവസ്ഥയാണ് തൻ്റെ ജീവിതം എന്ന് പറയാം. പുടഭാഗം, ആ ദുഃഖത്തിൽ അങ്ങനെ എരിഞ്ഞ് അഗ്നിയിൽ ശുദ്ധമായി തീരുന്ന സ്വർണം എന്ന പോലെ പുടഭാഗം ചെയ്യുക, അഗ്നിയിൽ അങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുക. പുടഭാഗം ചെയ്യുമ്പോൾ എല്ലാ മാലിന്യങ്ങളും അതിൽ പോകും. പക്ഷെ ഇവിടെ അഗ്നിയിലാണ് പുടഭാഗം ചെയ്തെടുക്കുന്നത്. തൻ്റെ ജീവിതാനുഭവങ്ങളാകുന്ന അഗ്നി കൊണ്ട് പുടഭാഗം ചെയ്തെടുത്ത ആ ഓരോ സന്ദർഭങ്ങൾ സീത ഓർക്കുകയാണ്. രാജകൊട്ടാരം എന്നുള്ളത് അനീതികളുടെ ഒരു താവളമാണെങ്കിൽ, ഒരു സങ്കേതമാണെങ്കിൽ, കാട് എന്നുള്ളത് തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ട ഒന്നായിരുന്നു എന്ന് സീത ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും കുറേ കഴിഞ്ഞ് തനിക്ക് വലിയൊരു ഭീഷണി ഉണ്ടാവുകയാണ്. രാവണൻ്റെ പ്രവൃത്തി തന്നെ. അതിലേക്ക് പോയി അത്തരത്തിലുള്ള അവസ്ഥകളിലേക്കൊക്കെ പോയി അവിടെ ഉള്ള അനുഭവത്തെക്കുറിച്ചൊക്കെ സീത ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചാൽ, നമുക്ക് വലിയ ബന്ധമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ നമ്മളോടൊരു എതിർ ചേരിയിൽ നിൽക്കുന്ന ഒരാൾ നമ്മളെ വേദനിപ്പിച്ചാലാണോ വിഷമം, നമ്മുടെ സ്വന്തം ആൾ വേദനിപ്പിച്ചാലാണോ വിഷമം എന്നുള്ള ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണത്. നമ്മുടെ സ്വന്തമെന്ന് നമ്മൾ വിചാരിച്ച ആൾ വിഷമിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പടുരാക്ഷസ ചക്രവർത്തിയായ രാവണൻ എന്നുടൽ മോഹിച്ചത് എൻ്റെ കുറ്റമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഒരു വലിയ ദൗർഭാഗ്യത്തിൻ്റെ ഒരു വാൾ രാമനിലേക്ക് തന്നെ വെക്കുകയാണ് സീത ചെയ്യുന്നത്.
താനല്ലല്ലോ ഇതിനൊക്കെ കാരണമായി തീർന്നത്. പക്ഷേ അവിവേകമതിയായ രാമൻ്റെ ദുർബലമായിട്ടുള്ള മനസ്സാണ് അവിടെയൊക്കെ ഒരു പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് കടുത്ത രീതിയിൽ തന്നെ സീത അവിടെ ചിന്തിക്കുന്നു. ഇവിടെ ശ്രുതിയെക്കുറിച്ച് വേദത്തെ സാധൂകരിക്കാൻ വേണ്ടി ഓരോരോ പ്രവൃത്തികൾ ചെയ്ത് കൂട്ടുന്ന രാജാക്കന്മാരെ കുറിച്ച് സീത വിമർശിക്കുന്നുണ്ട്. അത് തീർച്ചയായും ജംബൂകവധം, മറ്റൊന്ന് ബാലിയെ വധിച്ചത് ആണ്. ബാലിയെ ഒളിയമ്പെയ്താണ് കൊന്നത് അല്ലേ? ശംഭൂകനെയും ബാലിയെയും കൊന്നത് എങ്ങനെയാണ്? തെറ്റായ വിധത്തിലാണ്, അധർമ്മം ചെയ്തുകൊണ്ടാണ്. ശംഭൂകം ശൂദ്രവംശത്തിൽപ്പെട്ട രാജാവാണ് എന്ന കാരണം കൊണ്ടാണ് അയാളെ ഇല്ലാതാക്കിയത്. ബാലിയെ ആകട്ടെ തനിക്ക് വേണ്ടി ഒരു ലാഭം കിട്ടാൻ വേണ്ടി ബാലിയെയും ഒളിയമ്പെയ്തു കൊന്നു എന്നുള്ളതാണ്. മര്യാദാ പുരുഷോത്തമനായ രാമനാണ് ഇതൊക്കെ ചെയ്യുന്നത്. എത്ര കർക്കശമായ വിധത്തിലാണ് ആര്യനീതിയുടെ വലിയ ദണ്ഡങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാണ് സീതയിലൂടെ കുമാരനാശാൻ പറയുന്നത്. ഇതൊക്കെ എല്ലാം തന്നെ എല്ലാ കാലഘട്ടത്തിലും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുമല്ലോ, രാഷ്ട്രീയ ജാഗരമായ മനസ്സോടുകൂടി നമ്മൾ കാണുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇതിനെ എതിർക്കാൻ മാത്രം പ്രാപ്തി ആർക്കുണ്ടായിരുന്നു എന്നാണ്. വസിഷ്ഠനും വിശ്വാമിത്രനും കൂടിയുള്ള ഒരു ദ്വന്ദ്വയുദ്ധം, അവർ തമ്മിൽ തന്നെ ഒരു ശീതസമരമാണ്. അതിനിടയ്ക്ക് പെടുന്ന രാമൻ പലപ്പോഴും ഒരു വിക്റ്റിമായി മാറുകയാണ്, ഒരു ബലിയാടായിട്ട് മാറുകയാണ് സത്യത്തിൽ അല്ലേ? താടകയെ കൊന്നത് താടകാവധം എന്നുള്ളത്, താടകയെ കൊന്ന ഒരു കാര്യം എന്നുള്ളത്, അത് കൃഷ്ണനമ്പിയുടെ ആട്ടക്കഥയിൽ, താടകാവധം ആട്ടക്കഥയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ജീവിതേശ വസതിം ജഗാമസ എന്നാണ്. സാ എന്ന് വെച്ചാൽ അവൾ ജീവിതേശന്റെ വസതിയിലേക്ക് ഗമിച്ചു എന്നാണ്. താടക അത്രയും ഇഷ്ടമായിരുന്നു രാമനോടെന്നാണ് പറയുന്നത്. പക്ഷെ അതിനെയൊക്കെ കൊന്നൊടുക്കുകയാണ് രാമൻ. എന്തിനാണ്? ആര്യനീതിയുടെ ഭാഗമായിട്ടാണ്. ആര്യനീതി എന്നുള്ളത് ഇങ്ങനെ ചില കൊല്ലലുകളിലൂടെ തുടർച്ചയായി പോകുന്ന ഒന്നാണോ എന്ന് ഒരു സംശയമുണ്ടാക്കത്തക്ക വിധത്തിലാണ് ആര്യനീതി പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് ഒരു കാലഘട്ടത്തിൻ്റെ നീതിശാസ്ത്രം എന്ന രീതിയിൽ നോക്കി കാണുമ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ എന്ന രീതിയിൽ വായിക്കാനാണ് പലപ്പോഴും പലരും ശ്രമിക്കുന്നത്. മറിച്ച് ദൂരെയുള്ള ഒരു കാലത്തിൽ, ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ പേർത്തും വിചാരണ ചെയ്യുകയും ഉചിതമായ രീതിയിൽ എന്താണ് വേണ്ടത് എന്ന് കുമാരനാശൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് എതിർക്കുന്ന ചില കാര്യങ്ങൾ നാളത്തെ ആചാരമാകാം, മറ്റന്നാളത്തെ ശാസ്ത്രം അതാകാം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആചാരം ശാസ്ത്രം, ഇതിലെ ആചാരം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ആചരിച്ചാൽ മതി. ശാസ്ത്രം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയ നമ്മളെല്ലാവരും അനുശീലിക്കേണ്ട ഒരു കാര്യമെന്ന പോലെയാണ് മാറുക. അപ്പോൾ ആചാരവും ശാസ്ത്രവുമൊക്കെയായി മാറുന്നത് മിനിയാന്നത്തെ ചില അന്ധവിശ്വാസങ്ങളാണ് എന്ന് കുമാരനാശാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൻ്റെയും വൈദിക നീതികൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന ഒരു ചിന്ത ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലാണ് കാര്യമായി ഉണ്ടാകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ ഉടനീളം പല കൃതികളും ഉണ്ടാകുന്നത്. ടാഗോർ ഊർമിള എഴുതുന്നു. സീതയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. ഊർമിളയെ ആരാണ് അറിയുക? ലക്ഷ്മണൻ്റെ ഭാര്യയായും അന്തഃപുരത്തിൽ തന്നെ ജീവിതം ഹോമിച്ച ഊർമിള എന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ടാഗോറിലുണ്ടാകുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. വ്യത്യസ്തമായ രീതിയിൽ മാനവിക നീതിക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കവികളുടെ പക്ഷത്തുള്ള പലരും ഇങ്ങനെയുള്ള വേറിട്ട ചില നീതിശാസ്ത്രങ്ങളെ ആസ്പദമാക്കി എഴുതിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സീത പറയുന്നുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സത്യപരായണനായിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അച്ഛൻ്റെ സത്യം ദീക്ഷിക്കാൻ വേണ്ടി, അത് പാലിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയത്. സത്യപരായണത്വം. അവിടെ ജനങ്ങളെല്ലാവരും ആഗ്രഹിച്ചത് രാമൻ രാജാവാകണമെന്നായിരുന്നു. ജനങ്ങളുടെ ഹിതം നോക്കിയില്ല. ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഹിതമാണ് രാമൻ നോക്കി. ജനങ്ങളുടെ ഹിതം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഹിതമല്ല, ഒന്നോ രണ്ടോ പേരുടെ അല്ലേ, അത്ര കുറച്ച് പേര് മാത്രം ഹിതമാണ് നോക്കിയത്. ഇത് സീത പറയുകയാണ്. അന്നത് സത്യപരായണത്വമാണ്, ഇന്ന് ധർമ്മവ്യസനിത്വവുമാണ്. ധർമ്മവ്യസനം എന്നുള്ളതൊരു വല്ലാത്ത പ്രശ്നമാണ്. ആ പ്രശ്നം വരുമ്പോൾ
ഒരുപക്ഷെ നീതിയൊക്കെ അനീതിയായി മാറി എന്ന് വരാം എന്ന് സീത സൂചിപ്പിക്കുന്നു. തന്നോട് ഒളിച്ചു വെച്ച ഈ തരത്തിലുള്ള ഈ ചതികൾ ഒളിച്ചാണല്ലോ, കാരണം ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, കാനനത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ച സീതയെ അത് കാണാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് ലക്ഷ്മണൻ അല്ലേ. അവിടെ വെച്ച് അങ്ങനെ പെട്ടെന്ന് നിരസിക്കുകയാണ്. ആ നിരാസം എത്ര ശക്തമായിട്ടാണ് സീതയുടെ ഉപബോധ മനസ്സിനെ പോലും കാർന്നു മുറിച്ചത് എന്ന് അതെങ്ങനെ മറക്കാനാണ് സീത. പിന്നീട് സീത പറയുകയാണ്, സത്യം എന്നോട് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഞാനത് തന്നെ പാലിക്കുമായിരുന്നു. കാരണം ഈ മഹോദധിയുടെ ഇംഗിതത്തിന് വ്യത്യസ്തമായി ജാഹ്നവി നദി ഒരിക്കലും ഒഴുകാൻ ശ്രമിക്കില്ലല്ലോ എന്ന് സീത പറയുകയാണ്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. നൃപൻ വധിച്ചു നിഷ്കരുണം ചെന്നൊരു ശൂദ്രയോഗിയെ, അതാണ് നേരത്തെ പറഞ്ഞത്, നിരുവിക്കിൽ മയക്കി ഭൂപനെ തരുണി പാദജ ഗർഹിണി ശ്രുതി. തരുണി പാദജ ഗർഹിണിയായിട്ടുള്ള ശ്രുതി, തരുണിയെയും സ്ത്രീകളെയും ശൂദ്രരെയും ആണ് ശ്രുതി ഇല്ലായ്മ ചെയ്യുന്നത്, അപമാനിക്കുന്നത് എന്നാണ്. സ്ത്രീകൾക്കും അധസ്ഥിതർക്കും എതിരായിട്ടാണ് എപ്പോഴും ആര്യനീതി പ്രവർത്തിക്കുന്നത്. ഇതിനേക്കാൾ ഭംഗിയായിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രതിഷേധം അറിയിക്കുക? സ്ത്രീകൾക്കും, അത് ഏത് വംശത്തിൽപ്പെട്ട സ്ത്രീകളായാലും കൊള്ളാം, അധസ്ഥിതയാകണമെന്നൊന്നുമില്ല, ഉന്നത കുലജാതരായ സ്ത്രീകളെയും അപമാനിക്കും, അവരെ നിരസിക്കും, അവരെ ഇല്ലായ്മ ചെയ്യും. പാദജർ ശൂദ്രർ, ഏറ്റവും അധസ്ഥിതരായിട്ടുള്ളവർ, ഈ രണ്ട് വിഭാഗത്തെയും എത്ര പ്രകൃതി വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായിട്ടാണ് ആര്യനീതി പ്രവർത്തിക്കുന്നത് എന്നാണ് സീത ഇവിടെ പറയുന്നത്. കാട്ടിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലത്തെക്കുറിച്ച് അപ്പോൾ ഇവിടെ ഇങ്ങനെ ചിന്തിച്ചാൽ ഈ സീതയുടെ ഈ അനുക്രമമായ ചിന്തകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ ഒരു യോജിപ്പില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്ന് ഒരുപക്ഷെ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകാം. കാരണം ഇങ്ങനെയാണ് സീതയുടെ ചിന്ത പോകുന്നത്. ഇനിയുള്ളത് കാട്ടിൽ അവരെങ്ങനെയാണ് കഴിഞ്ഞത് എന്നുള്ളതാണ്. ഏറ്റവും അധികം ഒരുപക്ഷെ ചിന്താവിഷയ സീത വായിക്കുമ്പോൾ, ഒരു കേവല മനസ്സോടുകൂടി വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന ഒരു സന്ദർഭം ഇനിയാണ്. ഒരു ദമ്പതിമാരും ഊഴിയിൽ കഴിയാത്തൊരു വിവിക്ത ലീലയിൽ മരുവീ ഞങ്ങൾ എന്ന് തങ്ങളുടെ ആ ഭൂതകാലത്തെക്കുറിച്ച്, കാട്ടിൽ ജീവിച്ച ആ ഒരു മനോഹരമായ പ്രണയകാലത്തെക്കുറിച്ച് സീത പറയുകയാണ്. ഒരു ദമ്പതിമാരും ഊഴിയിൽ കഴിയാത്തൊരു വിവിക്ത ലീല, ദമ്പതിമാരുടെ ലീലകൾക്ക് ആരാണ് നിയന്ത്രണം വെക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് അതിനൊരു നിയമം വെക്കുന്നത്? ഒരു നിയമവുമില്ല. എല്ലാ തരത്തിലുമുള്ള ലീലകൾ അനുഭവിച്ചുകൊണ്ട് പ്രകൃതിയിൽ അങ്ങനെ ലയിച്ചുകൊണ്ട്, പ്രകൃതിയുടെ ഭാഗമായി വനപുളിരങ്ങളിൽ അങ്ങനെ നളിനങ്ങൾ അറുത്തു നീന്തിയും എന്നെല്ലാം വിശദീകരിക്കുന്നുണ്ട്. താമരപ്പൊയ്കയിൽ അങ്ങനെ അനുസ്യൂതം മീനുകളെ പോലെ അങ്ങനെ നീന്തി, നളിനങ്ങൾ ഇറുത്തുകൊണ്ട്, താമരപ്പൂക്കൾ ഇറുത്തുകൊണ്ട് അങ്ങനെ നീന്തി, അങ്ങനെയൊക്കെ വളരെ രസകരമായി ജീവിച്ച ആ ഒരു പഴയ കാലത്തെ ഇതിനെയൊക്കെ ഇടയ്ക്ക് സീതയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ പക്വതയാർന്ന ഒരു അവസ്ഥ, ചിത്തവിശേഷം ലഭിച്ചു എന്ന് പറയാവുന്ന ഒരു ഘട്ടത്തിലിരിക്കുന്ന സീതയിൽ ഇതെല്ലാം വീണ്ടും വരികയാണ്. മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ ഭൂതകാലത്തെ മറക്കുക? വിഭുത്വമേറിയാൽ ക്ഷയിക്കാം, ക്ഷയമേലാം പരമാർത്ഥ സൗഹൃദം. അന്ന് കാട്ടിൽ കഴിയുന്ന സമയത്ത് ഗർഭിണിയായ ഒരു മാൻപേടയുടെ അവസ്ഥ കണ്ടിട്ട് പോലും തൻ്റെ പ്രിയതമനായ രാമൻ്റെ കണ്ണ് നനയുമായിരുന്നു എന്ന് പറയുകയാണ്. അത്രമാത്രം അവൾ മാൻപേടയാണ്, ഗർഭിണിയാണ്. അവൾ അനുഭവിക്കുന്ന ആ ഒരു മാതൃത്വത്തിൻ്റെ ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് ഓർത്ത് രാമന് സങ്കടം, അനുതാപം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ അനുതാപമുള്ള ആൾ വിഭുത്വമേറിയതോടുകൂടി, പദവി കിട്ടിയതോടുകൂടി മനുഷ്യത്വം ഒന്നുമില്ലാത്ത ആളായി മാറി. അങ്ങനെയാണ് രാജാവായി തീർന്നാൽ പിന്നെ മനുഷ്യത്വമില്ല എന്നുള്ളതാണ് അവസ്ഥ. വനവാസകാലത്തെക്കുറിച്ചൊക്കെ വിശദമായി പറയുന്നുണ്ട്. സ്നേഹത്തിൻ്റെ നാനാവിധത്തിലുള്ള വർണ്ണങ്ങൾ അനുഭവിച്ചുകൊണ്ട്, വർണ്ണഭേദങ്ങളിലൂടെ സഞ്ചരിച്ച ആ ഒരു കാലം. പ്രണയം എന്നുള്ളത് എന്താണ്, വിവാഹം എന്നുള്ളത് എന്താണ്, എന്താണ് സഹജാമലരാഗമാം
സഹജാമല രാഗം മരുഭൂവിനെ മലർ വാടിയാക്കി മാറ്റും എന്ന് പറയുന്നുണ്ട്. മരുഭൂമിയെ മലർവാടിയാക്കി പൂന്തോട്ടമാക്കി മാറ്റാൻ കഴിവുള്ളതാണ് മനോഹരമായിട്ടുള്ള അനുരാഗം, അമലമായ അനുരാഗം. ആ അനുരാഗം ഒരു കാലത്ത് അനുഭവിച്ചു. അതിനുശേഷം താൻ എല്ലാം കണ്ടത്, താൻ കടന്നു വന്നത് മുഴുവൻ മരുഭൂമിയിലേക്കായിരുന്നുവെന്ന് സീത സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഒരു വലിയ മനഃശാസ്ത്ര വിശകലനത്തിനുള്ള സാധ്യത ഇനിയും വരികയാണ്. സ്നേഹത്തിൻ്റെ ശത്രു എന്നുള്ളത് നമ്മൾ വിചാരിക്കും സ്നേഹത്തിൻ്റെ ശത്രു വിദ്വേഷമാണ് എന്ന്. അതല്ല എന്നാണ് കുമാരനാശാൻ പറയുന്നത്. സ്നേഹത്തിൻ്റെ ശത്രു ഗർവമാണ്, ദുരഭിമാനമാണ് എന്ന് പറയുന്നു. അനേക ദുരഭിമാന കൊലകൾ കൊണ്ട് നടുങ്ങി കഴിഞ്ഞിട്ടുള്ള നമുക്ക് ഇത് കേട്ടാൽ വേഗം മനസ്സിലാവും, അല്ലേ? ദുരഭിമാനം എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തെ അങ്ങേറ്റം ഇല്ലാതാക്കുന്ന ഒന്ന്. അല്ലാണ്ട് സ്നേഹമില്ലായ്മ എന്നുള്ളതല്ല. സ്നേഹമില്ലായ്മ ഇത് രണ്ടും നമുക്ക് സഹിക്കാം. നമുക്ക് ഒരാളോട് സ്നേഹമില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് ഒരാൾക്ക് സ്നേഹമില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ദുരഭിമാനം അവിടെ വരുമ്പോൾ, ഗർവം അവിടെ വരുമ്പോൾ പിന്നെ ജീവിതം മുഴുവനായി നശിച്ചു പോകുന്നു. പരമാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ശത്രു ദുരഭിമാനമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അവിടെ വലിയ ഒരു തത്വത്തെ കുമാരനാശാൻ കാണിച്ചു തരികയാണ്. പുതിയ കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ മനഃശാസ്ത്രപരമായിട്ടുള്ള വിശകലന പദ്ധതികൾ ധാരാളമായി നമുക്ക് കാണാവുന്നതുമാണ്. കുറേയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്നേഹം ഇല്ലാതാക്കുന്ന ഈ ദുരഭിമാനമാണല്ലോ തൻ്റെയും ജീവിതം ഇല്ലാതാക്കിയത് എന്ന് സീത പറയുകയാണ്. തുടർന്ന് സമദൃഷ്ടി എന്താണ് ഒരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ടത് എന്ന് പറയുകയാണ്. ജീവിതത്തിന് വേണ്ടത് എന്നാണ് ദാമ്പത്യ ജീവിതത്തിനും വേണ്ടത്. അലിവും മമതയും കൃതജ്ഞതയും വെടിഞ്ഞ ജീവിതം, ദാമ്പത്യ ജീവിതം അമ്പേ പരാജയമാണ് എന്ന്. അത് ഇന്നും അന്നും ഒക്കെ സത്യം തന്നെയാണ്. അലിവും മമതയും ഇല്ലാത്ത ദാമ്പത്യ ജീവിതം പരാജയമാണ്. അതാണ് തനിക്ക് സംഭവിച്ചത് എന്ന് സീത മനസ്സിലാക്കുന്നു. സമദൃഷ്ടി എന്താണ്? സമദൃഷ്ടി സമത്വം, സമഭാവനയാണ് ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടത്. സമർത്ഥ ചിന്തനം, തൻ്റെ അവസ്ഥ പോലെ തന്നെ മറ്റേയാളുടെ അവസ്ഥയെയും ചിന്തിക്കാൻ സാധിക്കുക. ക്ഷമ, അതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അന്യോന്യ ഗുണാദരം, അന്യൻ്റെ ഗുണത്തെ ആദരിക്കുക എന്നുള്ളത്, ഇതെല്ലാം കലർന്നിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് വിജയിക്കുക എന്ന് പറയാം. ദാമ്പത്യ ജീവിതം പ്രത്യേകിച്ചും വിജയിക്കണമെങ്കിൽ ഇത് അത്യാവശ്യം തന്നെയാണ്. എന്നുവെച്ചാൽ ജീവിതത്തിൽ ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരിലും ഈ ഒരു ഗുണം വേണ്ടതാണ്. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഭാര്യ ഭർത്താക്കന്മാരിൽ തന്നെയാണ്. അതില്ലാതെ പോയ ഒരു, ശരിക്കും പറഞ്ഞാൽ ത്രേതായുഗത്തിലെ കഥയാണെന്നൊക്കെയാണല്ലോ പറയുക. ഏത് യുഗത്തിലും കഥ വ്യത്യസ്തമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. വിഷസംക്രമ ശങ്ക മൂലം വിഷഹിക്കുന്ന ഈ ബുധരംഗ കൃന്ദനത്തെക്കുറിച്ച് പിന്നെ സീത പറയുന്നു. ബുധരുടെ അന്തരംഗം, ബുദ്ധിമാന്മാരുടെ അന്തരംഗം സദാസമയവും വിഷമിക്കുകയാണ്. വിഷം വമിക്കുന്നു എന്നുള്ളൊരു ശങ്ക കാരണം. ഇത് വീണ്ടും ഈ ഒരു പഴയ രീതിയിലേക്ക് തന്നെ സീതയുടെ ചിന്ത പോകുന്നു. അടുത്തത് രാമന്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുകയാണ്. അജന്റെ പൗത്രനാണ്, അജപൗത്ര എന്നൊരു സന്ദർഭത്തിൽ സീത പറയുന്നുണ്ട്. അജന്റെ പൗത്രൻ, അജൻ എന്ന വ്യക്തി തൻ്റെ ഭാര്യയായ ഇന്ദുമതിക്ക് വേണ്ടി ജീവിച്ച, ഇന്ദുമതിയുടെ മരണത്തോടുകൂടി സ്വയം മരിച്ച ആളാണ്. അജന്റെ പുത്രൻ ദശരഥനാണ്. ദശരഥന് 3 ഭാര്യമാർ. എങ്ങനെ വ്യത്യസ്തമായി തീർന്നു? ദശരഥന്റെ മകനാണ് രാമൻ. രാമനിൽ ഈ 2 പാരമ്പര്യത്തിൻ്റെയും തന്തുക്കൾ ഉണ്ടാകാം എന്നാണ് ശരിക്കും ജനറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലേ? നമ്മളങ്ങനെ പറയുമല്ലോ. ഇപ്പോൾ സ്വഭാവ സവിശേഷതകൾ പലരുടെയും ഉണ്ടാവും. നമ്മുടെ പരമ്പരയിൽ പലരുടെയും സ്വഭാവങ്ങൾ ഇടകലർന്ന് നമ്മളിലേക്ക് വരാം. അപ്പോൾ അജന്റെ സ്വഭാവമുണ്ട്, ദശരഥൻ്റെയും സ്വഭാവമുണ്ട്. അതുകൊണ്ടാകാം ഈ ഗുണദോഷ വിചിന്തനം നടത്തുമ്പോൾ ഈ 2 സ്വഭാവത്തെയും ഒരുപോലെ രാമനിൽ ദർശിക്കാൻ സീതയ്ക്ക് സാധിക്കുന്നത്. അടുത്തത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സമയമായി എന്ന് എനിക്കറിയാം. കഥ അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയില്ലേ, അതുപോലെ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സീതയുടെ ഇതുവരെയുള്ള ചിന്തകൾ എല്ലാം സാമാന്യമായി
ഒരു സ്ത്രീ നടത്തുന്ന അല്ലെങ്കിൽ സ്ത്രീ അനുഭവിക്കുന്ന കാര്യങ്ങൾ ചിന്താരൂപത്തിൽ അവതരിപ്പിച്ചതാണ്. ഒരു സ്ത്രീ ചിന്തിക്കുന്നതാണ്, ഇതുവരെ പറഞ്ഞതല്ല. ഇനിയുള്ളത് അതിഗംഭീരമായിട്ടുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു മാനസിക നിലയുടെ ഒരു വലിയ മഹത്വ പരിവേഷമാണ് നമ്മൾ കാണുന്നത്. രാമനെക്കുറിച്ച് കുറ്റം പറഞ്ഞു. രാമൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? ജനറ്റിക്കായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ട് എന്നും പറഞ്ഞു. തന്നോട് സ്നേഹം കാണിച്ചത് പറഞ്ഞു. ലീലാ വിദഗ്ധനായിട്ടുള്ള രാമനെ കുറിച്ചും സൂചിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് തന്നെ ഉപേക്ഷിച്ച, തന്നോട് ഇത്രയും ക്രൂരത കാണിച്ച രാമൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് കൂടി സീത ചിന്തിക്കുകയാണ്. മാത്രമല്ല, തന്നോടുള്ള അദമ്യമായ പ്രണയം ഉൾക്കാമ്പിൽ ഏന്തുന്ന രാമൻ എത്ര ദുഃഖിതനായി, എത്ര പശ്ചാത്താപ വിവശനായിരിക്കും ജീവിച്ചത് എന്നും കൂടി സീത ഓർക്കുകയാണ്. ഇത് സാധാരണഗതിയിൽ മനുഷ്യപ്രാപ്യമായ ഒരു കാര്യമല്ല. എന്തുകൊണ്ടാണ് രാമന് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഒക്കെ ചെയ്യേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ അവിടെ നരജീവിതം എന്നുള്ളത് മാത്രമല്ല, രാജജീവിതം എന്നുള്ളത് കൂടി ഒരു വിഷയമായിട്ട് മാറുന്നു. ക്ഷിതിപാലകൻ ആണ് രാമൻ. ക്ഷിതിപാലക പട്ടബദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് രാജാവിന് കൃത്യമായും അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് രാമൻ ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. മുടി ദൂരെ എറിഞ്ഞ് തെണ്ടിടാം, വെടിയാം അന്യനു വേണ്ടി ദേഹവും, മടിവിട്ടു ജനേച്ഛ പോലെ തൻ തടി കാത്ത് ഊഴി ഭരിക്ക ദുഷ്കരം എന്നാണ് സീത പറയുന്നത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. മുടി ദൂരെ എറിഞ്ഞ് തെണ്ടിടാം. എനിക്ക് രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ മഹത്വം നമ്മൾ ഈ ത്യാഗത്തിനാണല്ലോ കൊടുക്കുക. എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് സിംഹാസനം വേണ്ട എന്ന് പറഞ്ഞ് രാജാധികാരത്തെ ഉപേക്ഷിച്ചു കൊണ്ടുപോകാം. അന്യന് വേണ്ടി ദേഹം വെടിയാം, ശിബി ചക്രവർത്തിയെ പോലെ അന്യന് വേണ്ടി ദേഹം വെടിയാം. ഇതൊക്കെ എളുപ്പമാണ്. പക്ഷേ ജനഹിതം പാലിച്ചുകൊണ്ട് തൻ്റെ തടിയെ കാത്ത് രക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഏറ്റവും ദുഷ്കരമായത്. ഇതിലാണ് ചിന്താവിഷയ സീതയുടെ മർമ്മപ്രധാനമായ ആശയം അടങ്ങുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. രാജ്യം ഉപേക്ഷിക്കാം, അന്യന് വേണ്ടി ജീവനും വെടിയാം. പക്ഷേ ജീവിച്ചിരുന്നു കൊണ്ട് തൻ്റെ തടിയെ കാത്തുകൊണ്ട് എന്നാണ് കുമാരനാശാൻ പറയുന്നത്. തടി കാക്കുക. ഈ തടി എന്നുള്ള പദത്തിന് പകരം ദേഹത്തെ സൂചിപ്പിക്കാനുള്ള വേറെ നല്ല വാക്ക് ആശാന് കിട്ടാഞ്ഞിട്ടാണോ? അല്ല. പക്ഷെ തടിയെ കാക്കുക എന്ന് പറയുമ്പോൾ വെറും ജഡപ്രായമായിട്ടുള്ള ആ ഒരു ജീവിതത്തിൻ്റെ ആ ജീവിത രണത്തിൽ അങ്ങനെ വെറുതെ കഴിച്ചു പോകുന്നതിനെ കുറിച്ചാണ് അവിടെ ഒരു സൂചന കിട്ടുന്നത്. അങ്ങനെ തൻ്റെ തടി കാത്തുകൊണ്ട് ജനങ്ങളുടെ ഇച്ഛ പാലിച്ചുകൊണ്ട് ഈ ജീവിതത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായത്. അതാണ് രാമൻ ചെയ്തത് എന്ന് പറയുന്നതോടുകൂടി, അങ്ങനെ ചിന്തിക്കുന്നതോടുകൂടി സീതയിൽ അനുതാപത്തിൻ്റെ ഒരു വലിയ ഒരു മഹാസാഗരം അങ്ങനെ പൊട്ടി വരുന്നതാണ് നമ്മൾ കാണുന്നത്. രാമനെക്കുറിച്ച് വല്ലാത്ത അലിവോടുകൂടിയാണ് സീത പിന്നീട് ചിന്തിക്കുന്നത്. ചരിതാർത്ഥതയാർന്ന ദേഹിയിൽ തിരിയെ ശോഭനമായ ജീവിതം, ഇനി ഞാൻ പിരിയാറായി എന്ന് പറഞ്ഞുകൊണ്ട് സീത പറയുകയാണ്, ചരിതാർത്ഥതയാർന്ന ഈ ജീവിതം കഴിയാറായി. ശരിയായി കളി തീർന്ന നട്ടുവൻ ഈ അരങ്ങിൽ നിന്നും പിരിയുക തന്നെ വേണം. പിരിയേണം അരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ. ശരിയായാണോ ശരിയല്ലാതെയാണോ കളി തീർന്നത് എന്നത് ആലോചിക്കേണ്ടതാണ്. പക്ഷേ തൻ്റെ ജീവിതം അവസാനിക്കാറായി എന്ന ഒരു ധ്വനി സീതയിൽ ഉണ്ടാകുന്നുണ്ട്. ആ ധ്വനിയെ സാക്ഷാത്കരിക്കുന്ന കാര്യമാണ് പിന്നീട് സംഭവിക്കുന്നത്. അവസാനം സീത പറയുകയാണ്, ലക്ഷ്മണനോട് മാപ്പ് പറയുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. രാമനോട് പറയാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. രുചയാൽ പരിപക്വ സത്വനായി നിജഭാരങ്ങളൊഴിഞ്ഞു ധന്യനായി അജപൗത്ര ഭവാനുമെത്തുമേ ഭജമാനേക വിഭാവ്യമിപ്പദം. അതിഗംഭീരമായിട്ടുള്ള വരികളാണ്. ഒരുപക്ഷെ കാവ്യലോകം, അന്നത്തെ കാവ്യലോകം നമ്രശിരസോടുകൂടി എഴുന്നേറ്റ് നിന്ന് ആദരിച്ച വരികളായിരിക്കും കുമാരനാശാൻ്റെ ഈ വരികൾ. അജപൗത്ര എന്ന സംബോധന വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. രുച ദുഃഖം കൊണ്ട് പരിപക്വ സത്വനായി തീർന്നു.
ദുഃഖം അനുഭവിക്കുമ്പോൾ മാത്രമേ പരിഭാഗമാവൂ എന്നാണ്. ദുഃഖം അനുഭവിക്കാത്തവർക്ക് ജീവിതത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുകളില്ല. ദുഃഖം അനുഭവിച്ചുകൊണ്ട് പലതരത്തിലുള്ള ദുഃഖങ്ങളിലൂടെ, അതിൽ തന്നെ ഏറ്റവും കടുത്ത ദുഃഖം സീത പറയുന്നത് കുറ്റബോധം എന്നുള്ളതാണ്. കുറ്റബോധം ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. പശ്ചാത്താപം ഉള്ള ഒരു മനുഷ്യന് അത് ഏറ്റുപറയാതെ എങ്ങനെയാണ് ശാന്തി കിട്ടുക? ആ ദുഃഖങ്ങളെല്ലാം തന്നെ രാമൻ്റെ ഉള്ളിലുണ്ട്. രാമൻ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ആ ആളുടെ മനസ്സിൽ എന്തെല്ലാം തരത്തിലുള്ള കർമ്മദുഃഖങ്ങളെ കുറിച്ചുള്ള വലിയ വെളിപാടുകൾ ഉണ്ടായിരിക്കും. രുചയാൽ പരിപക്വസത്വനായി നിജഭാരങ്ങൾ ഒഴിഞ്ഞ്, നേരത്തെ പറഞ്ഞല്ലോ, ഈ രാജ്യം അങ്ങനെ പാലിച്ചു കൊണ്ട് പോവുക എന്നുള്ളത്, രാജാവിൻ്റെ ധർമ്മവ്യസനം എന്നുള്ളത് വലിയ ഭീകരമായിട്ടുള്ള ഒന്നാണ്. ഈ രാജ്യം എല്ലാം, നിജഭാരങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞ് ധന്യനായിത്തീർന്ന, ധന്യത, താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണല്ലോ ഈ ധന്യത എന്ന് പറയുന്നത്. ധന്യനായി അജപൗത്ര, അജന്റെ പൗത്ര എന്നാണ്, ദശരഥനന്ദന എന്നല്ല പറയുന്നത്, അജപൗത്ര അല്ലെങ്കിൽ അയോധ്യയിലെ രാജാവേ എന്നൊന്നുമല്ല. അജന്റെ പൗത്രനായ അങ്ങേക്ക് തീർച്ചയായും എൻ്റെ അരിയിലേക്ക് വരാതിരിക്കാനാവില്ല എന്നാണ് സീത ഉദ്ദേശിക്കുന്നത്. അജപൗത്ര ഭവാനുമെത്തുമേ, ഇന്ന് ഞാൻ പോകുന്ന ഈ പദം, അതെന്ത് പദമാണ്? ഭജമാനേക വിഭാവ്യം. ഈ പദം ഭജിക്കുന്നവർക്ക് മാത്രം, അവിടെ എത്തിപ്പെടുന്നവർക്ക് മാത്രം അറിയാൻ സാധിക്കുന്ന ഒരു പദമാണ്. അതൊരു നിർവ്വാണത്തിൻ്റെ പദമായിരിക്കാം, മോക്ഷത്തിൻ്റെ പദമായിരിക്കാം. ഈ പദത്തിലേക്ക് അങ്ങും ഇനി എത്തും. അങ്ങ് എത്താൻ കുറേ കാലവും കൂടിയുണ്ട് എന്ന് സീത പറയുകയാണ്. അവസാനം പറയാണ്, സീതയെക്കുറിച്ചുള്ളൊരു വിശേഷണം ശ്രദ്ധിക്കേണ്ടതാണ്. പുടവയ്ക്ക് പിടിച്ച തീ ഉടൽ കത്തുന്നൊരു ബാല പോലവൾ. അവിടെയാണ് സീതയെക്കുറിച്ചുള്ള അവസാനത്തെ ഒരു വിശേഷണം. പുടവയ്ക്ക് പിടിച്ച, വസ്ത്രത്തിൽ അങ്ങനെ തീ പിടിച്ച ഒരു ബാല, ഒരു പെൺകുട്ടി, അതിൻ്റെ അത്രയും പരമനിസ്സഹായമായ അതിദാരുണമായ ഒരവസ്ഥയിലേക്കാണ് ഈ ചിന്തകളുടെ എല്ലാം അവസാനം സീത എത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, പരിപക്വതയാർന്ന മനസ്സോടുകൂടി നേരത്തെ പറഞ്ഞ പോലെ ഒരു കരതലാമലകമെന്ന പോലെ ജീവിതത്തെ കണ്ട്, തൻ്റെ പഴയകാല ജീവിതത്തെയും അയോധ്യയിലെ ജീവിതത്തെയും ഒക്കെ കണ്ട സീതയുടെ ഒരു പരിസമാപ്തി, ശാന്തി നിറഞ്ഞ ഒരു പരിസമാപ്തിയല്ല, ദുഃഖം കൊണ്ടും വല്ലാത്ത തരത്തിലുള്ള ധർമ്മവ്യസനങ്ങൾ കൊണ്ടും ഒക്കെ പുടവയ്ക്ക് തീ പിടിച്ച ഒരു ബാലയെ പോലെയാണ് ആകുന്നത്. അവസാനം എന്താണ്? വാൽമീകി സമക്ഷം, വാൽമീകിയുടെ പിന്നിൽ വാൽമീകിയുടെ കാലടികൾ മാത്രം നോക്കിക്കൊണ്ട് രാമൻ്റെ സവിധത്തിൽ ചെന്ന സീത അനുശയക്ലാന്താസ്യനാം തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തെ ഒന്ന് നോക്കി അന്നിലയിൽ ഈ ജീവൻ വെടിഞ്ഞാൾ സതി എന്നാണ്. ഈ ജീവിതം, ഈ ലോകത്തെ സതി വെടിഞ്ഞു. പുടവയ്ക്ക് തീ പിടിച്ച ബാല എന്നുള്ള ഒരു വിശേഷണവും ഈ സതി എന്നുള്ള ഒരു പദത്തിൻ്റെ സവിശേഷ അർത്ഥവും കൂടി നമ്മൾ യോജിപ്പിക്കേണ്ടതുണ്ട്. സതി അനുഷ്ഠിക്കുക എന്ന് നേരത്തെ പറഞ്ഞല്ലോ. സത്യത്തിൽ ചിന്താവിഷ്ടയായ സീത ഒരു വലിയ ആത്മനിഷ്ഠതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ വെച്ചുകൊണ്ടുള്ള ഒരു ബലി സമർപ്പണമാണ്. ചിന്തയുടെ ഒരു മഹാപ്രവാഹത്തെയാണ് ഇവിടെ കാണുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആ ചിന്തയുടെ മഹാപ്രവാഹത്തെ രാമസമക്ഷം ചെന്ന് ഒരു കാണിക്ക എന്ന പോലെ രാമൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് സീത വിടവാങ്ങുന്നു. ഈ ഘനമായ ജീവിത പ്രവാഹത്തെ താങ്ങാൻ സാധിച്ചുവോ രാമന് അറിയില്ല. പക്ഷേ പിന്നീട് തൻ്റെ ജീവിതത്തെ സരയൂ നദിയിലേക്ക് ഒരു ജീവസമർപ്പണമായി രാമൻ കടന്നു പോകുമ്പോഴും ഈ ഒരു പ്രവാഹത്തിൻ്റെ ഒരു അന്തർധാര രാമൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കണം. ഇതാണ് ചിന്താവിഷയായ സീതയുടെ ഒരു വേണമെങ്കിൽ ഒരു അവലോകനം എന്നൊക്കെ നമുക്ക് പറയാം. ഇതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഏറ്റവും അധികം ആയി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾ, ഈ അധിക പ്രസംഗം ഒഴിവാക്കാനാണ് നോട്ട് ചെയ്യുന്നത്. വളരെ ഗംഭീരമായ ഒരു പ്രതിഷേധകാവ്യം എന്ന രീതിയിൽ ചിന്താവിഷയായ സീതയെ നോക്കിക്കാണാനാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറഞ്ഞു.
സീത ഇവിടെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ എതിർക്കുന്നത് അല്ലെങ്കിൽ വലിയ ചില പുനർവിചിന്തനങ്ങൾക്ക് പ്രാപ്തമാക്കണം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ആര്യനീതി. ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദത്തെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മനുഷ്യൻ എല്ലാ കാലത്തും തെറ്റുകൾ ചെയ്യുന്നത്. എല്ലാ തരത്തിലുമുള്ള ന്യായാന്യായ വിചിന്തനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നത് എപ്പോഴും ഈ വേദത്തിൻ്റെ ആര്യനീതിയുടെ ഒക്കെ ഭാഗം പിടിച്ചാണ്. ആ ആര്യനീതിയെ ചിന്താവിഷയായ സീതയിലൂടെ കുമാരനാശാൻ വളരെയേറെ എതിർക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും സീതയിലൂടെ ശക്തമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്തേത്, ഉന്നത പദവി വഹിക്കുന്ന ഒരു വ്യക്തി രാജ്യത്തോട് തൻ്റെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു കാര്യം അയാളുടെ സ്വകാര്യ ജീവിതത്തിലും രാജപക്ഷത്ത് നിന്നുകൊണ്ട് രാമൻ എന്താണ് ചെയ്തത്. അപ്പോഴാണ് ബാലിയുടെ കഥയും ശംഭൂകൻ്റെ കഥയും ഒക്കെ വരുന്നത്. എന്താണ് ഈ അധർമ്മം ചെയ്യാൻ ഒരു രാജപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ. ഇവിടെ ഒരു കർത്താവ് മാത്രമല്ല പലപ്പോഴും പ്രതി, അതിന് കാരണമായിട്ടുള്ള ചില ജീവിത പശ്ചാത്തലങ്ങളും ഉണ്ടാകാം, അല്ലെങ്കിൽ നീതി പശ്ചാത്തലവും ഉണ്ടാകാം. മൂന്നാമത്തേത്, ലൗകിക പക്ഷത്ത് നിന്നുകൊണ്ട് അവിടെയാണ് തരുണി പാദജ ഗർഹിണിയായിട്ടുള്ള ശ്രുതിയെക്കുറിച്ച് പറയുന്നത്. സ്ത്രീകൾക്കും അധസ്ഥിതർക്കും എതിരായി നിൽക്കുന്ന ഈ നിയമസംഹിതയെ നമ്മൾ ഉടച്ചു വാർക്കുക തന്നെ വേണം എന്ന് സീത പറയുകയാണ്. ലൗകിക പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധമാണത്. ഇങ്ങനെ മാനവികതയുടെ വലിയ കാഹളം മുഴക്കിയ ഒരു കൃതി എന്ന രീതിയിലാണ് ചിന്താവിഷയ സീത നമ്മിലേക്ക് ഇറങ്ങി വരേണ്ടത്. ചിന്താവിഷയായ സീതയുടെ ഈ വലിയ ചിന്താപ്രവാഹത്തെ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ സ്പർശിച്ചു പോകാനേ സാധിച്ചിട്ടുള്ളൂ. എന്തായാലും ഇത്രയും നേരം ഈ വാക്കുകൾ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം, നന്ദി.